ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണാൻ കഴിയുന്ന അങ്ങനെ നമ്മുടെ സുഭാഷ് ക്ഷണിച്ചിട്ട് എല്ലാ നാട്ടുകാരും അവരെ റിസപ്ഷനിന് വരുന്നുണ്ട്. എല്ലാവരും വരുന്ന സമയത്ത് നമ്മുടെ ഭാസ്കരനാണെങ്കിൽ അടിപൊളി വേഷത്തിലൊക്കെ വരുന്നുണ്ട്. എന്നിട്ട് കുറേ മിമിക്രിയൊക്കെ അഭിനയിക്കുന്നുണ്ട്. എന്താടാ മോനെ, എന്നെ കണ്ട് നീ ഞെട്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മുടെ സുഭാഷിനോട്. എടാ ചന്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് പൊട്ടത്തരം പറയണ്ട. അത് കേട്ടിട്ട് എല്ലാവരും ചിരിക്കുന്നുണ്ട്. ആ സമയത്താണ് നമ്മുടെ സുധീഷും നിധിയും കൂടി ഇറങ്ങി വരുന്നത്. നിധി ആൾക്കാർ ഡെക്കറേഷനൊക്കെ കണ്ടിട്ട് നിധിക്ക് ആണെങ്കിൽ ആകെ പേടിയായിട്ട് ഉള്ളിൽ പോകുന്നുണ്ട്. എന്തായാലും നമ്മുടെ സുധീഷും എല്ലാവരും കൂടി ഉള്ളിൽ പോകുന്നുണ്ട്. ആ സുധീഷ് സുഭാഷിനോട് പറയുന്നുണ്ട്, എന്താ ഏട്ടൻ ഇവിടെ കാട്ടിക്കൂട്ടിയിട്ട് എന്നോടൊന്നും ചോദിക്കാതെ എന്താ ഇവിടെ കാട്ടിക്കൂട്ടിയിട്ട്, ഏട്ടൻ്റെ ഓരോ പൊട്ടത്തരങ്ങൾ കാട്ടിക്കൂട്ടിയിട്ട് എന്താ എൻ്റെ ജീവിതത്തിൽ വെച്ച് കളിക്കാനാണോ, എന്താ ഏട്ടൻ അങ്ങനെയൊക്കെയെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഹരീഷ് പറയുന്നുണ്ട്, എപ്പോഴും ഇയാൾക്ക് ഇയാളുടെ കാര്യം മാത്രമേ ഉള്ളൂ, ഒരു സ്വാർത്ഥനാണ്, ബാക്കിയുള്ളവരുടെ ഒരു കാര്യം ചിന്തിക്കില്ല എന്നൊക്കെ പറയുന്നത്. അത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ സുധീഷിനാണെങ്കിൽ വല്ലാത്ത ദേഷ്യം വന്നിട്ട് ഹരീഷിനെ മേക്കിട്ട് കയറിയുണ്ട്. ദേ നിൻ്റെ ഭരണം എൻ്റെ അടുത്ത് വേണ്ടെന്നൊക്കെ പറയുന്നത്. അങ്ങനെ ആകുമ്പോൾ രണ്ടാളും കൂടി അടി കൂടുന്നുണ്ട്. രണ്ടാളും അടി കൂടിയിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എല്ലാവരും തടയുന്നുണ്ട്, വേണ്ട വേണ്ട എന്നൊക്കെ പറയുന്നത്. ആ സമയത്താണ് നമ്മുടെ നിധി അവിടെ നിന്ന് പറയുന്നത്, എന്താ അവിടെ സംഭവിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നിധി ആകെ ബഹളം കൂടുന്നുണ്ട്. എന്തായാലും ഞാൻ റിസപ്ഷന് ഒരുങ്ങി വരില്ല, എനിക്ക് ഈ കല്യാണത്തിന് മനസ്സും സമ്മതമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിധി അവിടെ നിന്ന് പറയുന്നത്. എന്തായാലും സുഭാഷ് മെല്ലെ പോയിട്ട് ചോദിക്കുന്നുണ്ട്, എനിക്ക് വേണ്ടിയിട്ട് നീ സമ്മതിക്കില്ല, എൻ്റെ അനിയത്തി കുട്ടിയല്ലേ നീ എന്നൊക്കെ പറയുമ്പോൾ എന്തായാലും നമ്മൾ നിധി വഴങ്ങുന്നുണ്ട്. നിധി റിസപ്ഷനിന് വരാൻ സമ്മതിക്കേണ്ടത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.